rocking around the Christmas tree at the Christmas party hop. Rocking around the Christmas tree at the Christmas party hop. സോ ഫസ്റ്റ് ഇത് നമ്മുടെ ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. ഇത്രയും തിക്നെസ് ഉള്ളൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കേക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു കാർഡ്ബോർഡാണ്. അല്ലെങ്കിൽ സാധാരണ കാർഡ്ബോർഡിൽ ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലും ഒരു കുഞ്ഞു റൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്കൊരു റിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒരു റിങ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു റിങ്ങാണ് നമുക്ക് ആവശ്യം. ഞാൻ എന്താ കറക്റ്റ് ചെയ്തെടുക്കണുണ്ട്. അതൊന്ന് കട്ട് ചെയ്തപ്പോൾ ഒന്ന് വളഞ്ഞിട്ടുള്ളതൊക്കെ ഒന്ന് നൂത്തെടുക്കുക. നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. സോ അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതേപോലത്തെ നമ്മുടെ ഈ ഒരു മിനുക്ക് പോലത്തെ ചെയിൻ നമുക്ക് എല്ലാ കടകളിലും കിട്ടും. അതെടുക്കുക. ഒരു 10-30 രൂപ ആവത്തുള്ളൂ. അതെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. അതൊന്ന് കെട്ടി വെച്ചതിന് ശേഷം ചുറ്റും അങ്ങനെ ചുറ്റിയെടുക്കണം. സോ ഒന്ന് ടൈറ്റായിട്ട് തന്നെ കിട്ടണം. സോ ഇപ്പോൾ ദാ നല്ലോണം ഇങ്ങനെ ചുറ്റിയെടുക്കണം. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ചുറ്റിയാലും മതി. നമുക്ക് ലാസ്റ്റ് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇങ്ങനെ ചുറ്റി സോദ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഞാൻ നല്ലോണം ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള അതൊന്ന് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർസൊക്കെ ഉണ്ട്. സ്റ്റാറൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഐ കാർഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്ലേസിംഗ് ഉള്ള ത്രെഡാണ്. അതും ഒന്ന് ചുറ്റി കൊടുക്കണുണ്ട്. നമ്മുടെ ഈ ഒരു ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ഗോൾഡൻ ഒരു റിബൺ എടുത്ത് അതും ചുറ്റി കൊടുക്കണം. സോ ഇങ്ങനെ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗോൾഡൻ ത്രെഡ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ഒന്ന് ഗോൾഡൻ റിബൺ എടുത്തിട്ടുള്ളത്. അതും ജസ്റ്റ് ഒന്ന് കെട്ടിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഡിസൈനിലൊന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് ഒന്ന് യൂണിഫോമിലാക്കാനായിട്ട് ട്രൈ ചെയ്യുക. എങ്കിലേ അത്ര ഭംഗി ഉണ്ടാവത്തുള്ളൂ. സോ അതിന് ശേഷം നമ്മുടെ ആ ഒരു ഗ്രീൻ കളർ അതിൻ്റെ ആ ഒരു ഇത് ഉണ്ടല്ലോ, ആ ഒരു ഡിസൈനുള്ള സംഭവം, അത് ഈ ത്രെഡുകളുടെ ഇടയിലുള്ളതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളതാ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതൊന്ന് തൂക്കിയിടാൻ കണക്കിന് റീത്തൊക്കെ നമ്മൾ ഈ ക്രിസ്മസ് റീത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഡോറിലൊക്കെ തൂക്കിയിടാനാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ആ കണക്കിനൊന്ന് ഇടാൻ വേണ്ടിയിട്ട് അതൊന്ന് ത്രെഡ് കോർത്തെടുത്തതിന് ശേഷം അതൊന്ന് കെട്ടി കൊടുക്കുക. സോ അതിനുശേഷം അതിൻ്റെ എക്സസ് ആയിട്ടുള്ള ആ ഒരു റിബണൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് റീത്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ കുറച്ച് ഫ്ലവേഴ്സ്, ഇതൊരു ബെല്ലും ഫ്ലവറും കൂടെ ഉള്ള ഒരു സംഭവമാണ്. അത് വെച്ചിട്ടൊന്ന് ഫസ്റ്റ് ഒന്ന് ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മുടെ കയ്യിലുള്ള ഫ്ലവേഴ്സൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. സോ അതുകൊണ്ടാണ് വീഡിയോ ഇത്ര സ്ലോ ആയിട്ട് ചെയ്യണത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. അതും ഞാൻ ആ ഒരു ക്രിസ്മസ് റീത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. സോ ഇത് എൻ്റെ ഒരു പഴയ ഫ്ലവർ വേസിലുണ്ടായിരുന്ന ഫ്ലവേഴ്സാണ്. അപ്പോൾ അത് ഞാൻ ഒരു റിബൺ, ഈ ഒരു ഗോൾഡൻ റിബൺ വെച്ചിട്ടാണ് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് ബെല്ലും നമ്മുടെ ആ ഒരു നമ്മുടെ സ്റ്റാർസ് വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് ഒന്ന് സാറ്റിസ്ഫൈ ആയ കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ ആ ഒരു സ്റ്റാറുകളും ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ബോൾസും ഞാൻ ഇത് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റാപ്ലർ വെച്ചിട്ടൊന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ റീത്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ.
ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രിസ്മസ് റീത്താണ്. ഒരു അണ്ടർ 200 റുപ്പീസ്, 200 ഒന്നും ആവത്തില്ല. ഈ ഫ്ലവേഴ്സൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതായതുകൊണ്ട് തന്നെ ഒരു അണ്ടർ 100 റുപ്പീസിലാണ് ഞാൻ ഈ ഒരു റീത്ത് കറക്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന് നമുക്ക് ഹാങ് ചെയ്തിടാം. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 500 രൂപയൊക്കെ ആവും ഒരു ഏറ്റവും കുറഞ്ഞ റീത്ത്, കുറഞ്ഞ ക്രിസ്മസ് റീത്ത് പോലും. അപ്പോൾ അതാ നമ്മുടെ കറക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ